നിങ്ങൾക്കെല്ലാവർക്കും ഓണത്തിൻ്റെയും എല്ലാവിധ മംഗളങ്ങളും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ചിഹ്നമായ ഓണം തിരുമുറ്റത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെ ഒരു ഓണം ആഘോഷിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരത്തേന്ന് ഈശ്വര ദൈവാനുഗ്രഹം ഉണ്ടാകത്തേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇത് ഈ പറഞ്ഞതിന് എപ്പോഴും പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ നമുക്ക് ഒരു ചെറിയ പരിപാടി, ഒരു കിറ്റ് എല്ലാവർക്കും കൊടുത്തുകൊണ്ട് ഓണത്തിൻ്റെ ഒരു സ്പെഷ്യൽ ചെറുതായിട്ടൊരു ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി ഇത് 2 ദിവസമായി തുടങ്ങിയിട്ട് അപ്പം നമ്മളൊരു കിറ്റ് ഇവിടെ എല്ലാവർക്കും കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമ്മളുടെ ടോമി കള്ളിയത്ത് പറമ്പിൽ നമ്മളുടെ മികച്ച കർഷകനായിട്ട് 3-4 വട്ടം ആൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. നല്ലൊരു ജൈവ കർഷകനാണ്. അതുപോലെ തന്നെ പാവപ്പെട്ട അയൽവക്കക്കാർക്കും പിന്നെ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നന്നായിട്ട് ആൾ സഹായിക്കാറുണ്ട്. പച്ചക്കറികൾ എല്ലാ വിശേഷ ദിവസങ്ങളിലും ആൾ മുടക്കം കൂടാതെ കൊടുത്തു വരുന്നുണ്ട്. പിന്നെ കൂടുതൽ ഒത്തിരി എന്താ പറയുക, കൃഷി ചെയ്ത് നല്ല വിളവ് ലഭിച്ച് ഇനിയും നാളേക്ക് ആൾക്കാർക്ക് ഇതുപോലെ തന്നെ നൽകി മാതൃകയാവാനായിട്ട് ഇടവരുത്തട്ടെ. ദൈവം കൂടുതൽ ഫലവൃക്ഷങ്ങൾ വച്ച് പിടിപ്പിച്ച് ഒത്തിരി വിളവ് എടുക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സ്നേഹമുള്ളവരെ, നിങ്ങളെല്ലാവരും ഈ പുണ്യപ്രവൃത്തി കാണണം. അടുത്ത വർഷത്തിൽ കൂടുതൽ ചെയ്യുവാനും ഈശ്വരാനുഗ്രഹം ദൈവാനുഗ്രഹം ഉണ്ടാവാൻ നിങ്ങൾ എനിക്ക് എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് ഇപ്പം ഉണ്ടായേക്കുന്നത് നന്നായിട്ടുണ്ടായി. അപ്പോൾ അടുത്ത വർഷം ഇതിലും കൂടുതലും ഈ തരുന്ന സാധനങ്ങളും ഒരു വിഷം ഉണ്ടാവില്ല കേട്ടോ. ഒരു മരുന്നോ ഒരു സാധനമില്ല. ഞാൻ വേറെ ഒന്നും മേടിച്ചല്ല, എൻ്റെ പറമ്പിലുണ്ടായ സാധനമാണ്. എൻ്റെ അധ്വാനത്തിൻ്റെ കൂലിക്ക് ആൾ നിർത്തിയിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ സ്വന്തമായി അധ്വാനിച്ചതിൻ്റെ ഞാൻ എൻ്റെ അനിയൻ അധ്വാനിച്ചതിൻ്റെ ഒരു വീതം പാവങ്ങൾ കൊടുക്കുന്നു. നല്ല ഇതായിട്ട് വരട്ടെ. തോന്നിച്ചേട്ടാ ചെയ്യുന്നു.